ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഡാറ്റ ലിങ്ക് ലെയർ പ്രോട്ടോകോൾ ആണ്. ഏതൊക്കെ പ്രോട്ടോകോൾസ് ആണ് നമ്മൾ ഡാറ്റ ലിങ്ക് ലെയറിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഡാറ്റ ലിങ്ക് ലെയർ പ്രോട്ടോകോളിനെ നമുക്ക് അല്ലെങ്കിൽ ഡാറ്റ ലിങ്ക് ലെയറിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളിനെ നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ നടത്താം പ്രോഡക്റ്റ്. ഒന്ന് അസിൻക്രണസ് പ്രോട്ടോകോൾ, രണ്ട് സിൻക്രണസ് പ്രോട്ടോകോൾ. അപ്പം അസിൻക്രണസ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ആ, ഒരു പ്രോട്ടോകോൾ വേറൊരു പ്രോട്ടോകോളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് സിൻക്രണസ് പ്രോട്ടോകോൾ ട്രീറ്റ് ഈച്ച് ക്യാരക്ടർ ഇൻ എ ബിറ്റ് സ്ട്രീം ഇൻഡിപെൻഡന്റ്. ഐ മീൻ ഒരു പ്രോട്ടോകോളിലെ ക്യാരക്ടർ എന്ത് ചെയ്യുന്നില്ല, വേറൊരു ക്യാരക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ദീസ് പ്രോട്ടോകോൾസ് ആർ യൂസ്ഡ് ഇൻ മോഡംസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് മോഡം. അപ്പൊ മോഡത്തിൽ യൂസ് ചെയ്യുന്നതാണ് അസിൻക്രണസ് പ്രോട്ടോകോൾ. അതേപോലെ ദേ യൂസ്ഡ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബിറ്റ്. ഇപ്പം നമുക്ക് ഈ അസിൻക്രണസ് പ്രോട്ടോകോളിൽ ഒരു സ്റ്റാർട്ട് ബിറ്റും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു സ്റ്റോപ്പ് ബിറ്റും ഉണ്ടാവും. ഇതൊക്കെ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതെല്ലാം കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ആണ്. ആൻഡ് വേരിയബിൾ ഗ്യാപ്പ് ബിറ്റ്വീൻ ക്യാരക്ടർ. ദേ ആർ സ്ലോവർ ദാൻ സിൻക്രണസ് പ്രോട്ടോകോൾ ഇൻ ട്രാൻസ്മിറ്റിംഗ് ഡാറ്റ. അപ്പം ഈ സിൻക്രണസ് എന്താണ്, സ്ലോവർ ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ എന്തൊക്കെയാണ്, ഒന്ന് ഇൻഡിപെൻഡന്റ് ആണ്, രണ്ട് മോഡത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റാർട്ട് ബിറ്റ് ആൻഡ് സ്റ്റോപ്പ് ബിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്ലോവർ ആണ്. ദെൻ ഏതൊക്കെയാണുള്ളതെന്നാണ് നമുക്ക് അസിൻക്രണസ് പ്രോട്ടോകോളിൽ എക്സ് മോഡം ഉണ്ട്, വൈ മോഡം, സെഡ് മോഡം, ദെൻ ബ്ലോക്ക് അസിൻക്രണസ് ട്രാൻസ്മിഷൻ, ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ്, ദെൻ കെർമിറ്റ് എന്ന് പറഞ്ഞ വേറെ ഒന്നും കൂടെ, കെർമിറ്റ്. അപ്പൊ എന്തൊക്കെയാണുള്ളത്, എക്സ് മോഡം ഉണ്ട്, വൈ മോഡം, സെഡ് മോഡം, ബ്ലാസ്റ്റ്, കെർമിറ്റ്. ഇതൊക്കെയാണ് അസിൻക്രണസ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് അസിൻക്രണസ് പ്രോട്ടോകോൾസ് എന്താണെന്ന് ജസ്റ്റ് നോക്കാം, എന്നിട്ട് നമുക്ക് സിൻക്രണസിലോട്ട് പോവാം. അസിൻക്രണസ് പ്രോട്ടോകോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എക്സ് മോഡം, ദെൻ വൈ മോഡം, സെഡ് മോഡം. എക്സ് മോഡം എന്ന് പറഞ്ഞാൽ ഇത് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പിന്നെ എന്താണ് പ്രോട്ടോകോൾ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ഇത് ഏത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, ഹാഫ് ഡ്യൂപ്ലെക്സ് ആണ്. കമ്മ്യൂണിക്കേഷൻ, ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റർ ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു റിസീവർ ഉണ്ട്. അറ്റ് എ ടൈം ഇതാണ് നമ്മളെ കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് വിചാരിക്കുക. ഈ ചാനലിലൂടെ അറ്റ് എ ടൈം ഒരു സിഗ്നൽ പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പൊ മൊബൈൽ ഫോൺ ആണെങ്കിൽ നമുക്ക് രണ്ടു പേർക്കും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സംസാരിക്കാം. ഓക്കെ, അതിന് ടൈം റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ ഹലോ എന്ന് പറയുന്ന അതേ സെയിം ടൈമിൽ റിസീവർ ആയിട്ടുള്ള ആൾക്ക് ഹലോ എന്ന് തിരിച്ചു പറയാം, അല്ലെ? ഹലോ ഹലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാം. പക്ഷെ വോക്കി ടോക്കി എന്ന് പറയുന്ന സിസ്റ്റം, നമ്മളെ സിസ്റ്റത്തിൽ വോക്കി ടോക്കിയിൽ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു പോലീസ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് വോക്കി ടോക്കി. അല്ലെങ്കിൽ നമ്മളെ ഈ ഷിപ്പിലൊക്കെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എയർപോർട്ടിൽ പൈലറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, അതൊക്കെ യൂസ് ചെയ്യുന്നത് വോക്കി ടോക്കി ആണ്. അതായത് ഈ വോക്കി ടോക്കിന്ന് ഒരു ടൈമിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേഷൻ, ഞാനൊരു കമാൻഡ് കൊടുക്കുകയാണ്. ആ കമാൻഡ് അവിടെ റിസീവ് ചെയ്തിട്ട് റിസീവറെ കയ്യിൽ റിസീവ് ചെയ്തതിന് ശേഷം മാത്രമേ ആ റിസീവർക്ക് ഒരു റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ, ഫുൾ ബാൻഡ് വിഡ്ത്ത് എന്തിനു വേണ്ടി പ്രൊവൈഡ് ചെയ്യണം, ഫുൾ ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ ഫ്രീക്വൻസി അവിടെ ലോസ്റ്റ് ആകാൻ പറ്റില്ല. അപ്പൊ ഫുൾ ഫ്രീക്വൻസി ആർക്ക് ഒരു ഇതിനെ കൊടുക്കണം. ഒരു എക്സാമ്പിൾ, ഞാനിപ്പോ ഒരു കമാൻഡ് കൊടുക്കുന്ന സമയത്ത് അവിടെ ക്ലാരിറ്റി ഇല്ലെങ്കിൽ അവർ റോങ് കമാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര അപകടമാണ്, അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അതിന് വേണ്ടിയിട്ട് അവർ വോക്കി ടോക്കി ഒക്കെ യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് അവർക്ക് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ രണ്ട് പേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സംസാരിക്കുന്ന സമയത്ത് അവിടെ കണ്ടോ, നമുക്ക് ഈ പാത്തിലൂടെ കൊളീഷൻസും കാര്യങ്ങളും അവിടെ ഡാറ്റ ലോസ്റ്റ് ഒക്കെ സംഭവിക്കും. അതാ ചില നമുക്ക് സിഗ്നൽ നമുക്ക് കേൾക്കുന്നില്ല, കട്ടായി പോയി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതാണ് ഹാഫ് ഡ്യൂപ്ലെക്സ്. അപ്പം എക്സ് മോഡത്തിൽ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, ഹാഫ് ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ. ദെൻ എന്താണ്, സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോകോൾ ആർ യൂസ്ഡ് എന്ന് പറഞ്ഞു. എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ്. ഓക്കെ, അസിൻക്രണസിൽ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എക്സ് മോഡത്തിൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോകോളിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നോയ്സ്ലെസ് ആണ്. നോയ്സ്ലെസ് ചാനൽ ആണ്. നോയ്സ്ലെസ് ചാനൽ. ഓക്കെ, സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോകോൾ.
ഓക്കെ, ദെൻ എന്ത് ചെയ്യാം, ഇതിൽ ഒരു പ്രത്യേകത കൊണ്ടുണ്ട്. ഇത് റിസീവർ ക്യാൻ സെൻഡ് ദി ക്യാൻസൽ സിഗ്നൽ എന്ന് പറയുന്ന സിഗ്നൽ ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ ക്യാൻസൽ സിഗ്നൽ റിസീവർക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ സിഗ്നൽ സെൻഡർക്ക് സെൻഡ് ചെയ്യാം. അത് CAN സിഗ്നൽ ആണ്, ക്യാൻസൽ സിഗ്നൽ. ഓക്കെ, അപ്പൊ എന്തിനാണ് ഈ ഒരു ട്രാൻസാക്ഷൻ മീൻ കമ്മ്യൂണിക്കേഷൻ അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻസൽ സിഗ്നൽ ആർക്ക് സെൻഡ് ചെയ്യാം, റിസീവർക്ക് സെൻഡറിലോട്ട് സെൻഡ് ചെയ്യാം. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാൽ ഹാഫ് ഡ്യൂപ്ലെക്സ് ആണ്, സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നുണ്ട്, നോയ്സ്ലെസ് ചാനൽ ആണ്, റിസീവർ ക്യാൻ സെൻഡ് ദി ക്യാൻസൽ സിഗ്നൽ. നെക്സ്റ്റ് പറയുന്നത് വൈ മോഡാണ്. വൈ മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് മോഡത്തിന്റെ സെയിം ആണ്, എക്സ് മോഡം പോലെ തന്നെ ആക്ട് ചെയ്യുന്നതാണ്. ദെൻ എന്താണ് ഇവിടെ രണ്ട് ക്യാൻസൽ സിഗ്നൽസ്, ടു ക്യാൻസൽ സിഗ്നൽസ് ക്യാൻ സെൻഡ് ടു അബോർട്ട് ദി ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ അബോർട്ട് ദി കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇവിടെ എന്താണ്, ബാക്കിയൊക്കെ എക്സ് മോഡം പോലെ തന്നെയാണ്. ഇവിടെ എന്താണ്, ടു ക്യാൻസൽ സിഗ്നൽ, ടു CAN സിഗ്നൽ ക്യാൻ സെൻഡ് അല്ലെ ഫോർ അബോർട്ടിങ് ദി ട്രാൻസ്മിഷൻ, ഫോർ അബോർട്ടിങ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യുക, അബോർട്ടിങ് ദി ട്രാൻസ്മിഷൻ, ടു ക്യാൻസൽ സിഗ്നൽ. ദെൻ സെഡ് മോഡം പറയുന്നത് ഇത് എന്താണ്, വൈ മോഡം പ്ലസ് എക്സ് മോഡാണ്. ഇതെന്താണ്, വൈ മോഡം പ്ലസ് എക്സ് മോഡാണ്. കോമ്പിനേഷൻ ഓഫ് വൈ മോഡം ആൻഡ് എക്സ് മോഡം ഈസ് കോൾഡ് സെഡ് മോഡം. ഇപ്പം 3 ടൈപ്പ് ആണുള്ളത്, എക്സ് മോഡം, വൈ മോഡം, സെഡ് മോഡം. ഇനി നമുക്ക് 2 ടൈപ്പ് വേറെ, ഓക്കെ, അസിൻക്രണസിൽ പറഞ്ഞ ബ്ലാസ്റ്റ് ഓർത്ത് വെക്കണേ, ഏതൊക്കെയാണ് ബ്ലാസ്റ്റ്, ബ്ലോക്ക്ഡ് അസിൻക്രണസ് ട്രാൻസ്മിഷൻ, ബ്ലോക്ക്ഡ് അസിൻക്രണസ് ട്രാൻസ്മിഷൻ, ഇതെന്താണ്, ഫുൾ ഡ്യൂപ്ലെക്സ് ആണ്. നേരത്തെ എന്താണ്, ഹാഫ് ഡ്യൂപ്ലെക്സ് ആണ്. ഓക്കെ, നമ്മൾ എക്സ് മോഡത്തിനെ പോലെ തന്നെയാണ്. അപ്പൊ വൈ മോഡ ഹാഫ് ഡ്യൂപ്ലെക്സ് ആണ്, സെഡ് മോഡ ഹാഫ് ഡ്യൂപ്ലെക്സ് ആണ്, ബ്ലാസ്റ്റ് ഫുൾ ഡ്യൂപ്ലെക്സ് ആണ്. ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളതാ സെൻഡർ ഉണ്ട്, റിസീവർ ഉണ്ട്. അറ്റ് എ ടൈം മൊബൈൽ ഫോൺ ആണ് എക്സാമ്പിൾ, മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ടെലിഫോൺ ആണ് എക്സാമ്പിൾ. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അവിടെ ബാൻഡ് വിഡ്ത്ത് ഷെയർ ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ ഫുൾ ബാൻഡ് വിഡ്ത്ത് ഒരു സിഗ്നലിന് കൊടുക്കുമ്പോൾ അവിടെ ബാൻഡ് വിഡ്ത്ത് ഷെയർ ചെയ്യുക ചെയ്യുന്നത്, ഫുൾ ഡ്യൂപ്ലെക്സ് ആണ്. ഇപ്പം മറ്റേന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹാഫ് ഡ്യൂപ്ലെക്സിന്റെ വോക്കി ടോക്കി ഇതൊക്കെ ആയിരുന്നു. ദെൻ ഇവിടെ എന്ത് ചെയ്യുന്നത്, അത് പിന്നെ PC-യിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, PC-യിലും പല ഇതിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താ ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഏത് പ്രോട്ടോകോൾ ആണ്, നേരത്തെ ഇവിടെ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ ആണ്. ഫുൾ ഡ്യൂപ്ലെക്സിൽ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത്, സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ. ഓക്കെ, നേരത്തെ എന്തായിരുന്നു, സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോകോൾ ആയിരുന്നു. ഇവിടെ ഏതാണ്, സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ ഓർത്ത് വെക്കണേ, ഇതൊക്കെയാണ് അതിൽ മാറ്റങ്ങൾ. നേരത്തെ എന്തായിരുന്നു, സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോകോൾ ആകുമ്പോൾ ഇവിടെ എന്താണ്, സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത്. ബ്ലാസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ മൊബൈൽ ഫോൺ മോഡത്തിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഡയലപ്പ് മോഡത്തിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്, ഡയലപ്പ് മോഡത്തിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ യൂസ് ചെയ്യുന്നത്, ഫുൾ ഡ്യൂപ്ലെക്സ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ലാസ്റ്റ് വൺ കെർമിറ്റ് എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ. കെർമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് മോഡത്തിന്റെ മാതിരിയാണ്. ദെൻ ഇവിടെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഫയൽ ട്രാൻസ്ഫർ ആൻഡ് മാനേജ്മെന്റ് പ്രോട്ടോകോൾ ആണ്. ഓക്കെ, സിമിലർ ആസ് എക്സ് മോഡം എന്ന് പറയുമ്പോൾ ഹാഫ് ഡ്യൂപ്ലെക്സ് ആണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാം. സിമിലർ ആസ് എക്സ് മോഡം. ഓക്കെ, യൂസ്ഡ് ഫോർ ഫയൽ ട്രാൻസ്ഫർ ആൻഡ് ഫയൽ മാനേജ്മെന്റ്. ഇതൊക്കെയാണ് അസിൻക്രണസ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ തമ്മിൽ ഒരു ഡിപ്പെൻഡൻസ് ഇല്ല, ഒരു ഡിപ്പെൻഡൻസ് ഇല്ല. ഓക്കെ, ഡിപ്പെൻഡൻസ് ഇല്ല, ക്യാരക്ടേഴ്സ് തമ്മിൽ അവരെന്താണ്, ഇൻഡിപെൻഡന്റ് ആയി. അതാണ് അസിൻക്രണസ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് സിൻക്രണസ് പ്രോട്ടോകോൾ. വാട്ട് ഈസ് സിൻക്രണസ് പ്രോട്ടോകോൾ? സിൻക്രണസ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ synchronous protocol takes the whole bit stream and divide into character in equal size. Okay, the main protocols, these protocols have high speed and
യൂസ്ഡ് ഇൻ ലാൻഡ് മാൻ ഓക്കെ വാൻ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആൻഡ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. എന്താണ് അതിന്റെ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. അപ്പൊ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സിങ്ക്രണസ് പ്രോട്ടോകോൾസ്. ഏതൊക്കെയാണ്? ഒന്ന് ക്യാരക്ടർ ഓറിയന്റഡ് പ്രോട്ടോകോൾ, രണ്ട് ബിറ്റ് ഓറിയന്റഡ് പ്രോട്ടോകോൾ. അപ്പൊ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് സിങ്ക്രണസ് പിന്നെ പ്രോട്ടോകോൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ SDLC, അതുപോലെ തന്നെ HDLC, ദെൻ സ്ലിപ്പ്, ഇതൊക്കെ ഫുൾ ഫോം ഉണ്ട് കേട്ടോ. ദെൻ PP ഓർ ട്രിപ്പിൾ P പ്രോട്ടോകോൾ എന്ന് പറയാം. ദെൻ നമുക്ക് എന്ത് പറയാം? ഓക്കെ, ഇത്രയും 1 2 3. ഇനി എന്താണ്? LAP ലിങ്ക് ആക്സസ് പ്രോട്ടോകോൾ, LAP. ദെൻ BSC എന്ന് പറയുന്ന പ്രോട്ടോകോൾ, BSC. അപ്പൊ ഇവിടെ നോക്കുക, BSC എന്ന് പറയുന്ന പ്രോട്ടോകോൾ ആണ് ക്യാരക്ടർ ഓറിയന്റഡ് പ്രോട്ടോകോൾ. ഇത് ക്യാരക്ടർ ഓറിയന്റഡ് പ്രോട്ടോകോൾ ആണ്. ബാക്കിയുള്ള ഈ അഞ്ചും എന്താണ്? ബിറ്റ് ഓറിയന്റഡ് പ്രോട്ടോകോൾ ആണ്. SDLC എന്ന് പറഞ്ഞാൽ സിങ്ക്രണസ് ഡാറ്റ ലിങ്ക് കൺട്രോൾ. എന്താണ്? സിങ്ക്രണസ് ഡാറ്റ ലിങ്ക് കൺട്രോൾ. ഫുൾ ഫോം നോട്ട് ചെയ്തേക്കണേ. HDLC എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ഡാറ്റ ലിങ്ക് കൺട്രോൾ, ഹൈ ലെവൽ ഡാറ്റ ലിങ്ക് കൺട്രോൾ. സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ സീരിയൽ ലൈൻ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ, സീരിയൽ ലൈൻ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഓക്കെ, ദെൻ ഇതെന്താണ്? പോയിന്റ് ടു പോയിന്റ്, പോസ്റ്റ് ഓഫീസ് അല്ല, പോയിന്റ് ടു പോയിന്റ്. പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ ഉണ്ട് കേട്ടോ. പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ നെറ്റ്വർക്ക് ലെയറിൽ യൂസ് ചെയ്യുന്ന പോപ്പ് എന്നതിന് പറയാം. അതിന് പോപ്പ്, അത് PPP. മറ്റേത് എന്താണ്? പോപ്പ് ആണ്. പോപ്പ് 3 എന്നൊക്കെ പറയും. പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ യൂസ്ഡ് ടു ആക്സസ് ദി മെയിൽ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ് പോപ്പ്. ദെൻ IMAP ഉണ്ട്, IMAP ഇന്റർനെറ്റ് മെയിൽ ആക്സസ് പ്രോട്ടോകോൾ. ഇതൊക്കെ നെറ്റ്വർക്ക് ലെയറിലാണ്. ഇവിടെ നോക്കാം, PP ഓർ PPP മാറിപ്പോറുത്. ഓക്കെ, എന്താണ്? പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ, പോയിന്റ് ടു പോയിന്റ് ആണ് PP. പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നതുകൊണ്ട് ട്രിപ്പിൾ P കൊടുത്തത്, പോയിന്റ് ടു പോയിന്റ്. ദെൻ LAP ലിങ്ക് ആക്സസ് പ്രോട്ടോകോൾ. അപ്പൊ എന്തൊക്കെയാണ്? ബിറ്റ് ഓറിയന്റഡ് പ്രോട്ടോകോൾ, SDLC എന്താണ്? സിങ്ക്രണസ് ഡാറ്റ ലിങ്ക് കൺട്രോൾ, സിങ്ക്രണസ് ഡാറ്റ ലിങ്ക് കൺട്രോൾ. ഹൈ ലെവൽ ഡാറ്റ ലിങ്ക് കൺട്രോൾ, HDLC. സ്ലിപ്പ് സീരിയൽ ലൈൻ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ, സീരിയൽ ലൈൻ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. എന്താണ്? പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ, ലിങ്ക് ആക്സസ് പ്രോട്ടോകോൾ. ദീസ് ആർ BSc ബൈനറി സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നമ്മളെ BSc കമ്പ്യൂട്ടർ സയൻസ് അല്ല, ബൈനറി സിങ്ക്രണസ് communication. Binary synchronous communication is the character oriented protocol. ഇതാണ് character oriented protocol എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം character oriented protocol, അതുപോലെ തന്നെ ബിറ്റ് ഓറിയന്റഡ് പ്രോട്ടോകോൾ, അസിങ്ക്രണസ് ഏതാണെന്നുള്ളതൊക്കെ നമ്മൾ നോക്കി. ഇപ്പൊ character oriented protocol എന്താ പറഞ്ഞത്? ഇവിടെ നോക്കുക എന്താണ്. ഓക്കെ, it interprets frame as the series of characters. അതാണ് character oriented protocol. എന്താണ്? Also known as byte oriented protocol. character orientedനെ ബിറ്റ് അല്ല, ബൈറ്റ് ഓറിയന്റഡ് പ്രോട്ടോകോൾ എന്ന് പറയും കേട്ടോ. അപ്പൊ ബിറ്റും ബൈറ്റ് മാറിപ്പോയത്, മറ്റേത് ബിറ്റ് ഓറിയന്റഡ് ആണ്. ദെൻ എന്താണ്? കൺട്രോൾ ഇൻഫർമേഷൻ ഈസ് ഇൻസേർട്ടഡ് ആസ് സെപ്പറേറ്റ് കൺട്രോൾ ഫ്രെയിംസ് ഓർ ആസ് അഡീഷൻ ഓഫ് എക്സിസ്റ്റിംഗ്. അപ്പൊ അടുത്ത പോയിന്റ് നോക്കുക, കൺട്രോൾ ഇൻഫർമേഷൻ ഈസ് ഇൻസേർട്ടഡ് ആസ് സെപ്പറേറ്റ്ലി ആണ് ഫ്രെയിമിലോട്ട് എന്ത് ചെയ്യുന്നത്? ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ദെൻ ദി എക്സാമ്പിൾസ് പറഞ്ഞു. എന്താണ്? BSc ഡെവലപ്ഡ് ബൈ IBM. BSc എന്ന് പറഞ്ഞാൽ ഏതാ? ഓക്കെ, ബൈനറി സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ, ബൈനറി സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് യൂസ് ഹാഫ് ഡ്യൂപ്ലെക്സ്. എന്താ യൂസ് ചെയ്യുന്നത്? ഹാഫ് ഡ്യൂപ്ലെക്സ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബിറ്റ് ഓറിയന്റഡ് പ്രോട്ടോകോൾ. ബിറ്റ് ഓറിയന്റഡ് പ്രോട്ടോകോൾ പറയുന്നത് നേരത്തെ സീരീസ് ഓഫ് ക്യാരക്ടർ ആണെങ്കിൽ ഇവിടെ എന്താണ്? സീരീസ് ഓഫ് ബിറ്റ് ആയിട്ടാണ്. ബൈറ്റ് അല്ല കേട്ടോ, ബിറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫ്രെയിമിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഓക്കെ, ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ എന്താണ്? കൺട്രോൾ ഇൻഫർമേഷൻ ക്യാൻ ബി ഇൻസേർട്ടഡ് ബിറ്റ് ഡിപ്പെൻഡിങ്. നേരത്തെ എന്തായിരുന്നു? ക്യാരക്ടർ ആയിരുന്നു ഇൻഫർമേഷൻ. ഓക്കെ, ബിറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദി ഇൻഫർമേഷൻ ടു ബി കണ്ടിന്യൂഡ് ഇൻ ദി ഫ്രെയിം, contained in the frame. Then bit oriented protocol can pack more information in shorter frame. നമുക്ക് കുറച്ച് ഫ്രെയിം മതി. ക്യാരക്ടറിനെ പോലെയല്ല, കുറച്ച് ഫ്രെയിമിന്റെ ഉള്ളിൽ നമുക്ക് കുറെ ഇൻഫർമേഷൻ ക്യാരി ചെയ്യാൻ പറ്റും. അതാണ് ബിറ്റ് ഓറിയന്റഡ് പ്രോട്ടോകോൾ പറയുന്നത്. ദെൻ എന്താണ്? എക്സാമ്പിൾസ് എന്താണ്? സിങ്ക്രണസ് ഡാറ്റ ലിങ്ക് ലെയർ, HDLC എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ PPP എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് അത് നോക്കാം, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. എന്തൊക്കെയാണ് ഈ പറഞ്ഞ പ്രോട്ടോകോൾസ്, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ. ഫസ്റ്റ് നമ്മൾ SDLC എന്ന് പറഞ്ഞാൽ എന്താണ്? synchronous data link protocol. Synchronous data link protocol.
സിങ്ക്രണസ് ഡാറ്റ ലിങ്ക് പ്രോട്ടോകോൾ. സിങ്ക്രണസ് ഡാറ്റ ലിങ്ക് പ്രോട്ടോകോൾ. അപ്പൊ ഈ സിങ്ക്രണസ് ഡാറ്റ ലിങ്ക് പ്രോട്ടോകോളിൽ എന്താണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഏതൊക്കെയാണ് എന്നുള്ളത്. സിങ്ക്രണസ് ഡാറ്റ ലിങ്ക് പ്രോട്ടോകോൾ ഉണ്ട്, അതുപോലെ തന്നെ അപ്പം ഇറ്റ് യൂസ്ഡ് ടു കണക്ട് ദി റിമോട്ട് ഡിവൈസസ് ഇൻ ടു മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. എന്തിനാ യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ടു കണക്ട് റിമോട്ട് ഡിവൈസസ് ടു മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? HDLC, ഹൈ ഡാറ്റ ലിങ്ക് കൺട്രോൾ. HDLC എന്തിനാണ് യൂസ് ചെയ്യുന്നത്? HDLC ഞാൻ ഓരോ പോയിന്റ് ആക്കിയത് കേട്ടോ. ഇതൊന്നും കൂടെ എന്താണ് ഡെവലപ്ഡ്, ഒന്നും കൂടെ എന്താണ് മോർ എഫിഷ്യന്റ് ആണ്, ഒന്നുകൂടെ ഡെവലപ്ഡ് വേർഷൻ ഓഫ് HDLC ആണ്. ഇതും ഇതിന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒന്നും കൂടെ അഡ്വാൻറ്റേജസ് കൂടുതലാണ്. HDLCക്ക് എന്താണ് STLC-നെക്കാട്ടിലും അഡ്വാൻറ്റേജ് കൂടുതലാണ്. കൂടുതലാണ്. ഓക്കെ, ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇത് എന്തിന്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്? STLC-ന്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ സീരിയൽ ലൈൻ സ്ലിപ്പ്. അടുത്തത് എന്താണ്? സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ സീരിയൽ ലൈൻ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. അപ്പൊ ഇതെന്തിനാണ്? ഇത് യൂസ് ചെയ്യുന്നത് ട്രാൻസ്മിറ്റിംഗ് IP പാക്കറ്റ് ബിറ്റ്വീൻ ISP എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റിംഗ് ഓരോ പോയിന്റ് മനസ്സിലാക്കണേ. ട്രാൻസ്മിറ്റിംഗ് IP പാക്കറ്റ്സ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന IPന്റെ ഫുൾ ഫോം കേട്ടോ. IP പാക്കറ്റ്സ് ബിറ്റ്വീൻ ISP എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ഓരോരുത്തർക്കും ഓരോ ISP ഉണ്ട്. നിങ്ങളെ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന ജിയോയുടെ ISP അങ്ങനെ ഓരോന്ന്. ISP ആൻഡ് ഹോം സെർവർ. ഓക്കെ, ബിറ്റ്വീൻ ISP ആൻഡ് ഹോം സെർവർ. ഇതെന്തിനാണ്? ISP-യിലെ ഹോം സെർവറിന്റെയും ഇടയിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ISP ഉണ്ട്, നിങ്ങളുടെ ISP ഉണ്ടാവും, ഹോം സെർവർ ഉണ്ടാവും. അതിലോട്ട് എന്താ IP പാക്കറ്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് സ്ലിപ്പ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ISP എന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു പിന്നെ സർവീസ് പ്രൊവൈഡർ, BSNL-ഓ ജിയോയോ എന്തോ ആയിക്കോട്ടെ. നിങ്ങൾ ഹോം സെർവർ ആണ് നിങ്ങളുടെ ഡിവൈസ്. അതിലോട്ട് പാക്കറ്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് സ്ലിപ്പ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ, PP. പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ISP ടു എന്താണ് യൂസ് ടു കണക്ട് ISP ടു ഹോം സെർവർ. ദെൻ എന്താണ്? ഇത് സ്ലിപ്പിനെക്കാട്ടും നേരത്തെ സ്ലിപ്പ് എന്താണ് ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ട്, ഓൾസോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. ഇതൊന്നും കൂടെ എന്താണ് റോബസ്റ്റ് ആണ്. റോബസ്റ്റ് മീൻസ് എന്താണ്? എറേഴ്സ് ഒക്കെ കുറവായിരിക്കും. റോബസ്റ്റ്. ദെൻ എന്താണ്? ഇവിടെ IP പാക്കറ്റ് മാത്രമാണ് ആര് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? സ്ലിപ്പ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ബട്ട് ഇൻ PP, പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോളിൽ എനി ടൈപ്പ് ഓഫ് പാക്കറ്റ് ക്യാൻ ട്രാൻസ്മിറ്റ്. എനി പാക്കറ്റ് ക്യാൻ ട്രാൻസ്മിറ്റ് ബിറ്റ്വീൻ എന്താണ് ISP ടു അല്ലെങ്കിൽ ബിറ്റ്വീൻ ദി നോഡ്സ്. ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറെ സിസ്റ്റത്തിലേക്കോ അല്ലെങ്കിൽ നോഡ്സോ എന്താണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ തന്നെ ഒരു പിന്നെ ഹോം സെർവറിന്ന് വേറെ എങ്ങോട്ടോ, വേറെ ഒരു ഡെസ്റ്റിനേഷനിലോട്ടോ ഒക്കെ എന്ത് സെൻഡ് ചെയ്യാം? IP പാക്കറ്റ് അല്ലാതെ ഡാറ്റ പാക്കറ്റ്സ് ഒക്കെ സെൻഡ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ആണ് ലിങ്ക് ആക്സസ് പ്രോട്ടോകോൾ, LAP. ലിങ്ക് ആക്സസ് പ്രോട്ടോകോൾ. ഇതെന്താന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫ്രെയിമിംഗ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് data across point to point protocol. ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കേട്ടോ. പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ. ഡാറ്റ അക്രോസ് പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ. അപ്പൊ ഇവിടെ നോക്കുക, ഈ പറഞ്ഞ ഒന്ന് STLC. ഇവിടെ പറഞ്ഞ ഒന്നാമത്തതാണ് STLC.
ഒന്ന് HTLC, രണ്ടെന്താണ് രണ്ടാമത്തത് പറഞ്ഞത് സെക്കൻഡ് ഒന്ന് HTLC, രണ്ടാമത്തത് പിന്നെ HDLC, സ്ലിപ്പ്, പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോള്, ലിങ്ക് ആക്സസ് പ്രോട്ടോകോൾ. ഈ അഞ്ചും എന്താണ് ക്യാരക്ടർ ഓറിയന്റഡ് പ്രോട്ടോകോൾ, സോറി ബിറ്റ് ഓറിയന്റഡ് പ്രോട്ടോകോൾ ആണ്. ബിറ്റ് ഓറിയന്റഡ് പ്രോട്ടോകോൾ. അപ്പൊ ഇത്രയാണ് നമ്മളെ ഡാറ്റ ലിങ്ക് പ്രോട്ടോകോൾസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ് പ്രോട്ടോകോൾ. ദെൻ നോയ്സ്ലെസ് ആൻഡ് നോയ്സി പ്രോട്ടോകോൾസ് ഉണ്ട്. ഡാറ്റ ട്രാൻസ്മിഷനിൽ നോയ്സ്ലെസ് ആൻഡ് നോയ്സി പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നോയ്സ്ലെസ് ആൻഡ് നോയ്സി പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് നോയ്സ്ലെസ്സിൽ നമുക്ക് വരുന്നത് ഒന്ന് സിംപ്ലസ്റ്റ് പ്രോട്ടോകോൾ. രണ്ട് നമുക്ക് വരുന്നത് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോകോൾ നോയ്സ്ലെസ്സിൽ. ദെൻ നോയ്സിയിൽ വരുന്നത് നോയ്സി പ്രോട്ടോകോൾ യൂസ് ഇൻ ഡാറ്റ ലിങ്ക് ലെയർ കേട്ടോ. ഡാറ്റ ലിങ്ക് ലെയറിൽ യൂസ് ചെയ്യുന്ന നോയ്സ്ലെസ് പ്രോട്ടോകോൾ ആണ് സിംപ്ലസ്റ്റ് പ്രോട്ടോകോൾ ആൻഡ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോകോൾ. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ നോയ്സി പ്രോട്ടോകോൾ ഏതെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഓൾറെഡി. സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ARQ, സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ARQ, രണ്ട് ഗോ ബാക്ക് ആൻഡ് ARQ, ഗോ ബാക്ക് ആൻഡ് ARQ, സെലക്റ്റീവ് റിപ്പീറ്റ് ARQ, മൂന്ന് സെലക്റ്റീവ് റിപ്പീറ്റ് ARQ. ഇതാണ് നോയ്സി പ്രോട്ടോകോൾ. ദെൻ മാക് പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്ന ഏതൊക്കെയാന്ന് വെച്ചാൽ മാക് പ്രോട്ടോകോൾസ്. ഓക്കെ, പിന്നെ യൂസ് ചെയ്യുന്നത് മാക് പ്രോട്ടോകോൾ ആണ്. മാക് പ്രോട്ടോകോൾ എന്താ? നമുക്ക് 4 ടൈപ്പ് മീഡിയം ആക്സസ് പ്രോട്ടോകോൾ എന്നാ, മീഡിയം ആക്സസ് കൺട്രോൾ പ്രോട്ടോകോൾ. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതൊക്കെ ഡാറ്റ ലിങ്ക് ലെയറിൽ യൂസ് ചെയ്യുന്നതാണ്. മീഡിയം ആക്സസ് കൺട്രോൾ അതാണ് മാക് പ്രോട്ടോകോൾ. 4 ടൈപ്പ് ആണുള്ളത്. 4 ടൈപ്പ് ഉണ്ട്. ഒന്ന് റാൻഡം അലോഹ, അത് നിങ്ങൾ നെറ്റ്വർക്കിൽ പഠിക്കും കേട്ടോ. റാൻഡം അലോഹ ഇവിടെ നമുക്ക് സിലബസിൽ ഇല്ല. റാൻഡം അലോഹ ഓർ യു ക്യാൻ സേ പ്യൂർ അലോഹ. രണ്ട് സ്ലോട്ടഡ് അലോഹ എല്ലുണ്ട്. സ്ലോട്ടഡ് അലോഹ. 3 CSMA ബാർ CA, കൊളീഷൻ സെൻസ് കരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് CA, കൊളീഷൻ അവോയ്ഡൻസ്. ഈ C കൊളീഷൻ ആണ്, ഈ C കരിയർ ആണ്. കൊളീഷൻ അവോയ്ഡൻസ് CSMA ബാർ CA. 4 CSMA ബാർ CD, കരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് കൊളീഷൻ ഡിറ്റക്ഷൻ. ഇത് C എന്ന് പറഞ്ഞാൽ കൊളീഷൻ ആണ്, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? കരിയർ. ഓക്കെ, ഇത്രയും പ്രോട്ടോകോൾസ് ആണ് നമുക്ക് ഡാറ്റ ലിങ്ക് ലെയറിൽ ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മൈൻഡ് അപ്പ് ചെയ്യാം.